ട്രെയിൻ തട്ടി മരിച്ച IB ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകനായ സുഗാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന് ഉദ്യോഗസ്ഥയുടെ പിതാവിന്റെ ആരോപണത്തോടെ വിഷയത്തിൽ പുതിയ ട്വിസ്റ്റ്. സുഗാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് IBക്കും നാണക്കേടായി. ഇന്ത്യയിലെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിക്ക് സ്വന്തം ജീവനക്കാരനെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് വിചിത്രം. ഈ വിഷയം കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് അച്ഛനും ബന്ധുക്കളും പേട്ട CA കാണാനെത്തിയത്. മകൾ സുഗാന്തിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളടക്കമാണ് പിതാവ് പോലീസിന് കൈമാറിയത്. യുവതിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത ബാങ്ക് രേഖകളും പോലീസിന് നൽകി. ഈഞ്ചക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിയെ മാർച്ച് 24-ലാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുഹൃത്ത് സുഗാന്തിനായി പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത്. സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി സൂചനയുണ്ട്. ലൈംഗിക അതിക്രമം സംബന്ധിച്ച തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് യുവതിയുടെ അച്ഛൻ അറിയിച്ചു. സുഗാന്ത് 3.5 ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തുവെന്നും പിതാവ് ആരോപിച്ചു. നിലവിലെ അന്വേഷണം തൃപ്തികരമെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. സുഗാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് IBക്ക് നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ IB വൈകുന്നതും ദുരൂഹത കൂട്ടുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിരുന്ന 24-കാരി മാർച്ച് 23-നാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. കൊച്ചി വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥനാണ് മലപ്പുറം സ്വദേശിയായ സുഗാന്ത്. IB പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലായത്. പിന്നീട് പലവട്ടമായി ഇയാൾ IB ഉദ്യോഗസ്ഥയിൽ നിന്നും പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ പൂർണ്ണമായും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. സുഗാന്തുമായുള്ള അടുപ്പം ഉദ്യോഗസ്ഥ വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാഹ കാര്യത്തിൽ നിന്ന് സുഗാന്ത് ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് പെൺകുട്ടി മാനസിക സംഘർഷത്തിലായിരുന്നു. തുടർന്നാണ് ജോലി കഴിഞ്ഞ വരവെ സുഗാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനു ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്.